ഹായ് ഓൾ, ഏവർക്കും എംഫേവർ ലേണിംഗ് ക്യാമ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സിപി നൂർദീൻ. കേരള PSC നടത്താനിരിക്കുന്ന ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ തയ്യാറെടുപ്പിന് ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പായും സഹായകരമാകും. അത്തരത്തിൽ മറ്റൊരു സെഷനിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ BNS ആയിരുന്നു, ഇന്ന് BNSS പറ്റിയാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഇവിടെ തുറന്നു കാട്ടുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഏവരും അറിഞ്ഞു കാണുമല്ലോ, ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്കായിട്ട് ഈ വരുന്ന ഫെബ്രുവരി 10 എംഫേവർ ലേണിംഗ് ആപ്പിൽ ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്ന, തുടക്കം മുതൽ ഒടുക്കം വരെയും ഞങ്ങൾ പറയുന്ന രീതിയിൽ കൃത്യതയാർന്ന ഉറപ്പായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത്തരത്തിൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം ക്ലാസ്സുകൾ ലൈവായിട്ടും ലൈവിൻ്റെ റെക്കോർഡിങ്ങും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരുപാട് പേര് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും, വർക്കിംഗ് ആയിരിക്കും, മറ്റ് പ്രാക്ടീസിങ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലാസ്സുകൾ കാണാം. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈവിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഇൻ ഷോർട്ട്, യു ക്യാൻ വാച്ച് അറ്റ് എനി ടൈം. ഓക്കെ, ഡെയിലി ഒരു 1 to 2 hour മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി, മൺഡേ ടു ഫ്രൈഡേ. അത്തരത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് കൃത്യമായ മെന്റർഷിപ്പും മോട്ടിവേഷനും അതുപോലെ തന്നെ എക്സാം അപ്ഡേറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോട്ടുകൾ പൂർണ്ണമായും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. വളരെ ക്രിസ്പ് ആൻഡ് ഫിൽറ്റേർഡ് ആയിട്ടുള്ള നോട്ടുകളാണ്. ഒരുപാട് വായിച്ച് തല പുണ്ണാക്കേണ്ട സാഹചര്യം വരുന്നില്ല. PSC എക്സാം പോയിന്റ്, PSCയുടെ ഒരു എക്സാമിനൊരു പാറ്റേൺ ഉണ്ട്, സ്റ്റീരിയോ ടൈപ്പിക് പാറ്റേൺ ആണ്. മാത്രമല്ല നിലവിൽ 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10 മുതൽ 15 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. അത്തരത്തിൽ പുത്തൻ സിലബസ് പ്രകാരം, പുത്തൻ ചോദ്യ പാറ്റേൺ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള നോട്ടുകൾ പൂർണ്ണമായും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. റെഗുലർ ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. ക്ലാസ്സുകൾ മൊബൈലിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പോസിബിൾ ആണ്. നിലവിലെ ഓഫേഴ്സ്, അഡ്മിഷൻ എന്നിവയ്ക്കായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ 8891949239 വിളിച്ച് തിരക്കുക. ഓക്കെ, സോ ക്ലാസ്സിലേക്ക് കടന്നാലോ. സോ നമ്മൾ പഠിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്ത്യൻ സിറ്റിസൺസ് സെക്യൂരിറ്റി കോഡ് എന്നാണിത് ശരിക്കും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും BNS അഥവാ ഭാരതീയ ന്യായ സംഹിതയും BNSS അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് പുതുതായി അവതരിപ്പിച്ച നിയമമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒഫൻസസും അതുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് പണിഷ്മെൻറ്റ്സുമാണ് അതിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ BNSS 1973 CRPCക്ക് പകരമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ, അത്തരം കേസുകൾ ട്രൈ ചെയ്യുമ്പോഴേക്കും ഈ പറയുന്ന ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയിട്ടുള്ള പോലീസ്, അല്ലാതെ തന്നെ ഈ പറയുന്ന കോർട്ട് എന്നിവയൊക്കെ ഫോളോ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് BNSS പറഞ്ഞിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ BNSS എന്തിനെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? CRPC ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള വലിയ 2 ഡിഫറൻസ് എന്ന് എടുത്തു പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ ഇത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് പഠിച്ചല്ലോ, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ഇനി ഇത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്നിപ്പോൾ ഒരു ലോ ആണ്, ഒരു നിയമമാണ് അല്ലേ. പാർലമെന്റിൽ ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുമ്പോൾ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത്തരത്തിൽ BNSS ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അമിത്ഷായാണ്, ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അല്ലെ, അതായത് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആയിട്ടുള്ള അമിത്ഷായാണ് ഇത് ആദ്യമായിട്ട് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത് 20 ഡിസംബർ 2023, രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്നത് 21 ഡിസംബർ 2023. തുടർന്ന് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അംഗീകാരം, പ്രസിഡന്റ് അസന്റ് ലഭിച്ച ദിവസം എന്ന് പറയുന്നത് 25 ഡിസംബർ 2023. ഈ ഒരു ദിവസം BNSS എന്ന് പറയുന്നത് എന്തായി മാറി?
ഇറ്റ് ബിക്കെയിം എ ലോ. സോ ഒരു ബില്ലായിരുന്ന BNSS ലോ ആകുന്നത് എപ്പോഴാ? ആ ബില്ലിന്മേൽ അല്ലെ, 2 ഹൗസുകളും പാസ്സാക്കിയ ബില്ലിന്മേൽ പ്രസിഡന്റായ ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടുകൂടി, അംഗീകരിച്ചതോടുകൂടി ഇറ്റ് ബിക്കെയിം എ ലോ ഓൺ 25th December 2023. ഇനി 25th ഡിസംബറിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഗുഡ് ഗവർണൻസ് ഡേ ആണ്. മുൻ പ്രധാനമന്ത്രിയായ AP വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. സോ ആ ഒരു പ്രാധാന്യം കൂടി ആ ഒരു ദിവസത്തിനുണ്ട് താനും. ആൻഡ് ദ ലോ കെയിം ഇൻ ടു ഫോഴ്സ് ഓൾ ഓവർ ഇന്ത്യ ഓൺ 1st July 2024. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ BNSലും പഠിച്ചിട്ടുള്ളത്. ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് അതും നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്കറിയാം 100 ചോദ്യങ്ങളിൽ 10 മുതൽ 15 ചോദ്യങ്ങൾ പുതിയ ചോദ്യ പാറ്റേൺ പ്രകാരം സ്റ്റേറ്റ്മെന്റുകളാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. BNSS comprises 39 chapters and 531 sections ആണ്. 39 ചാപ്റ്റേഴ്സിൽ നിന്നായി ആകെ മൊത്തം 531 സെക്ഷൻസ് അഥവാ വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് aims to enhance സിറ്റിസൺ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ക്രൈംസ്. ശരിയല്ലേ? ഇതിന്റെ പേര് തന്നെ എന്താ? BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, സുരക്ഷ, ഇന്ത്യൻ സിറ്റിസൺ സെക്യൂരിറ്റി കോഡാണിത്. ഓക്കെ, സോ ഇതും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് ഫോക്കസസ് ഓൺ സ്ട്രെങ്തനിങ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, പ്രൊവൈഡിങ് ബെറ്റർ സേഫ്റ്റി ഫോർ വിമൻ, ചിൽഡ്രൻ ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അതും ഒരു സേഫ്റ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് സ്ട്രിക്റ്റർ ലോസ്. ഉറപ്പായിട്ടും BNSS എന്ന് പറയുന്നത് കാലത്തിന് അനുസൃതമായിട്ട് എന്താണ്, നിയമം വളരെ സ്ട്രോങ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് സ്ട്രിക്റ്റർ ലോസ് ഫോർ ക്രൈംസ് റിലേറ്റഡ് ടു ടെററിസം, സൈബർ ക്രൈം ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അപ്പോൾ ഈ പറയുന്നവയെല്ലാം തന്നെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കാം. ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡീസ് വുഡ് ബി ടാസ്ക്ഡ് വിത്ത് ഇംപ്ലിമെന്റിംഗ് BNSS? ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഓപ്ഷൻ ബി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഓപ്ഷൻ സി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഓപ്ഷൻ ഡി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഏതായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ ഇന്റേണൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിനിസ്ട്രി ഏതാ? ഉറപ്പായിട്ടും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ഉത്തരം എ എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ചില ആളുകൾ ചിലപ്പോൾ ഡിയിലേക്ക് കടന്നു ചെല്ലാൻ ചാൻസ് ഉണ്ട്. സോ നോക്കിക്കോളാം, നമ്മുടെ രാജ്യത്തെ ഇന്റേണൽ സെക്യൂരിറ്റി അഥവാ സേഫ്റ്റി ഉറപ്പാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് അല്ലെ. സോ ഉത്തരം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. നോക്കിയേ. BNSS mandates that a charge sheet must be filed within 90 days of arrest. അല്ലെ, ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന ജാമ്യത്തിനുള്ള മറ്റ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൂടി വരും. അതുകൊണ്ട് തന്നെ ചാർജ് ഷീറ്റ് അല്ലെ 90 ദിവസത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡി പ്രോസസ് ആയിരിക്കും ഇവിടെ വരിക എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഫോർ ഒഫൻസസ് പണിഷബിൾ വിത്ത് 7 or more years of imprisonment, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഈസ് മാൻഡേറ്ററി. ഈ BNSS വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു സ്കോപ്പ് വന്ന ഒരു ഏരിയ ആയിട്ട് മാറി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ഫോറൻസിക് ലാബുകളിൽ ഇന്ന് ഭയങ്കരമായ തിരക്കാണ്. വൈ? ബിക്കോസ് ഫോറൻസിക് എവിഡൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നിയമമായിട്ട് മാറി BNSS എന്ന് പറയുന്നത്. So, for offenses punishable with 7 or more years of imprisonment, forensic investigation is mandatory. This includes collecting forensic evidences such as fingerprints, DNA and digital records.
അപ്പോൾ അത് 2 ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. BNSS aims to address delays by setting specific timelines for various stages of criminal proceedings, ensuring faster resolution of cases. ഇതൊരു ട്രൂ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. കാലത്തിന് അനുസൃതമായിട്ട് ഈ പറയുന്ന സ്പീഡി ഡിസ്പോസലൊക്കെ നമ്മൾ അർഹിക്കുന്നുണ്ട് അല്ലേ? എല്ലാ രാജ്യങ്ങളിലും അത് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും അത് ഈ പറയുന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു പുതിയ ഒരു സംഗതിയാണ്, ദാറ്റ് മീൻസ് BNSSൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച ഒരു ന്യൂ പ്രൊവിഷൻ എന്ന് പറയാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ട്രയൽ ഇൻ ആബ്സെൻഷ്യ, ദാറ്റ് മീൻസ് ഇൻ ആബ്സെൻസ് എന്ന അർത്ഥത്തോടു കൂടിയാണ്. BNSS allows trials to proceed even if the accused is not present in the country or is evading arrest. രാജ്യത്തില്ലാത്ത അല്ലെങ്കിൽ അറസ്റ്റിനെ ഭയന്ന് ഒളിച്ചോടിയ ഒരു വ്യക്തിക്കെതിരെ വ്യക്തി ഹാജരാകണമെന്നില്ല, ബട്ട് ട്രയൽ നടത്താനുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു നിയമം നൽകിയിരിക്കുന്നു. അതാണ് ട്രയൽ ഇൻ ആബ്സെൻഷ്യ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിപ്പാർച്ചർ ഫ്രം ദ CRPC വിച്ച് റിക്വയർഡ് ദ പ്രസൻസ് ഓഫ് ദി അക്യൂസ്ഡ് ഫോർ എ ട്രയൽ ടു പ്രൊസീഡ്. ഇനി അടുത്തതായിട്ട് BNSS ഫോർമലൈസസ് ദ കൺസെപ്റ്റ് ഓഫ് സീറോ FIR. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സീറോ FIR എന്ന് പറയുന്നത്. സീറോ FIRനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. 2012 ഡൽഹി ഗാങ് റാപ്പ് അഥവാ നിർഭയ കേസിന് ശേഷം ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഒരു സംഗതിയാണ് സീറോ FIR എന്ന് പറയുന്നത്. തുടർന്ന് ഡൽഹി പോലീസ് സീറോ FIR ഇംപ്ലിമെന്റ് ചെയ്യുകയും, അതായത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏതൊരു കേസും അവർക്ക് ഡൽഹിയിലെ ഏതൊരു പോലീസ് സ്റ്റേഷനിലും ആ ഒരു സംഗതി നടന്നിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ജൂറിസ്ഡിക്ഷനിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്നില്ല. ലൈക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും അവർക്ക് ഈ പറയുന്ന പരാതി കൊണ്ടു ചെല്ലാനും അത്തരം പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം തുടർന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ ഒരു കേസ് നടന്നിരിക്കുന്ന ജുറിസ്ഡിക്ഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് തുടർന്ന് FIR ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സീറോ FIR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂ പ്രൊവിഷൻ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫോർമലൈസ് ചെയ്തു. ഫോർമലായിട്ട് ഈ പറയുന്ന 2024 ജൂലൈ 1 മുതൽ ഇന്ത്യ ആകമാനം ഇത്തരത്തിലൊരു ന്യൂ പ്രൊവിഷൻ, ശരിക്കും പറഞ്ഞാൽ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. പലയിടങ്ങളിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ BNSSൽ ഇത് കൊണ്ടുവന്നതോടുകൂടി, ഫോർമലൈസ് ചെയ്തതോടുകൂടി രാജ്യത്താകമാനം ഇത്തരത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ട്രയൽ ഇൻ ആബ്സെൻഷ്യ ഫോർമലി ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട്, ചട്ടക്കൂടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, സോ മുന്നേ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2012-13 ആ കാലഘട്ടത്തിലാണ്. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ബട്ട് ഇതിനെ ഫോർമലൈസ് ചെയ്തു. ഓക്കെ, സീറോ FIRനെ ഫോർമലൈസ് ചെയ്തു. ഏതാ? നമ്മുടെ BNSSലൂടെ. സോ allowing an FIR to be filed at any police station regardless of jurisdiction, the FIR is then transferred to the appropriate police station for investigation. Okay, so zero FIR അതുപോലെ തന്നെ ട്രയൽ ഇൻ ആബ്സെൻഷ്യ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് BNSS includes provisions for protection of witnesses, ensuring their safety and confidentiality during trials. അപ്പോൾ വിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ, അതായത് അവരുടെ പേരും വിവരങ്ങളും ഒക്കെ സീക്രട്ട് ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ അത്തരം ട്രയലിന്റെ സമയത്ത് അതും ഉറപ്പാക്കുന്നുണ്ട്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. BNSS mandates the audio video recording of search and seizure operations to ensure transparency and prevent misuse of power. അതായത് എന്തെങ്കിലും ഒരു റെയ്ഡോ അല്ലെങ്കിൽ സെർച്ചോ ഒക്കെ നടത്തുമ്പോൾ, പിടിച്ചെടുക്കുമ്പോഴേക്കും അവയെല്ലാം വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാക്കി അല്ലെങ്കിൽ മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. അതും ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. BNSS simplifies bail provisions especially for the first time offenders and those accused of petty crimes. അല്ലെ, അതായത് ചെറിയ ചെറിയ കേസുകൾക്കൊക്കെ ഈ പറയുന്ന അകത്താവുന്ന ആളുകൾക്ക് ബെയിൽ പ്രൊവിഷൻസ് ഒക്കെ കുറെ കൂടി സിംപ്ലിഫൈ ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം BNS അഥവാ ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ ഈ പറയുന്ന പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ്. അല്ലേ, കമ്മ്യൂണിറ്റി സർവീസ്.
അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കേസുകളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മാപ്പ് അർഹിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിലുള്ള ഒഫൻസ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് എന്തെന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആയിട്ട് നൽകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ന്യൂ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് BNSലാണ്, ഭാരതീയ ന്യായ സംഹിതയിലാണ്. അതുപോലെ തന്നെ നോൺ കസ്റ്റോഡിയൽ സെന്റൻസും, ചില പെറ്റി ഒഫൻസ്, മൈനർ ഒഫൻസിനൊക്കെ നോൺ കസ്റ്റോഡിയൽ ഒഫൻസും BNSൽ പറയുന്നുണ്ട്, ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കിയേ, BNSS establishes a victim compensation fund. അപ്പോൾ victim compensation fund to provide financial assistance to victims of crime, especially in cases of violence or sexual offenses. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന BNSS, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുള്ളതാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 396 ഈ പറയുന്ന വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട്, ഇപ്പോൾ ഈ പറയുന്ന ഫണ്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്കീമുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇതിനെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. BNSS allows the use of handcuffs in certain circumstances, including when an accused person poses a risk of escape or violence. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BNSSലും ഈ പറയുന്ന ഹാൻഡ് കഫ് നിരോധിക്കുന്നില്ല. ഹാൻഡ് കഫ് നടത്താം എവിടെ? ഈ പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിലൊക്കെ ഉറപ്പായിട്ടും ഈ പറയുന്ന പ്രതി വിട്ടുപോവാൻ അല്ലെങ്കിൽ ഓടിപ്പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാൻഡ് കഫ് ചെയ്യുക എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഹാൻഡ് കഫ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല BNSS ഇൻകോർപ്പറേറ്റ്സ് ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ്. പണ്ടത്തെ നിയമത്തിലൊക്കെ ആണെങ്കിൽ ഗേൾ എന്ന് അല്ലെങ്കിൽ മൈനർ ഗേൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് ഗേൾ എന്നതിന് പകരം പേഴ്സൺ എന്നാക്കിയിട്ടുണ്ട്, മൈനർ ഗേൾ എന്നതിന് പകരം ചൈൽഡ് എന്നാക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബോത്ത് ഈ പറയുന്ന മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, അവർക്ക് രണ്ടു പേർക്കും ഈക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രൽ ആയിട്ടാണ് അവരെ കണ്ടിരിക്കുന്നത്. ലൈക്ക് വിക്ടിം ആരാണെങ്കിലും അവർക്ക് ഈക്വൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ ന്യൂട്രൽ ഫെയർ ജസ്റ്റിസ് ആണ് ഇവിടെ ഈ ഒരു നിയമം മുന്നോട്ട് വച്ചിട്ടുള്ളത്. CRPCക്ക് പകരമായിട്ട് വന്നിട്ടുള്ള BNSS. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട PSCയുടെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ന്യൂ പ്രൊവിഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി BNSS? ഫസ്റ്റ് വൺ, ഓപ്ഷൻ A ട്രയൽ ഇൻ ആബ്സെൻഷ്യ, ഓപ്ഷൻ B plea bargaining, ഓപ്ഷൻ C മാൻഡേറ്ററി വീഡിയോ റെക്കോർഡിംഗ് ഓഫ് സെർച്ച് ആൻഡ് സേഷർ. ഏതായിരിക്കും? സോ ന്യൂ പ്രൊവിഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താണ്? ട്രയൽ ഇൻ ആബ്സെൻഷ്യ ആണ്. ഓൾറെഡി ഈ പറയുന്ന മാൻഡേറ്ററി വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് മുന്നേയും ഉണ്ടായിരുന്നതാണ് പല കാര്യങ്ങൾക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് ശരിയായ കാര്യം. നൺ ഓഫ് ദി എബോവ് അല്ല, ട്രയൽ ഇൻ ആബ്സെൻഷ്യ ആണ് വെരി ന്യൂ പ്രൊവിഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ മുന്നേയും ഉണ്ടായിരുന്നതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ BNSS? നോക്കാം. ഇറ്റ് മാൻഡേറ്റ്സ് ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ജഡ്ജ്മെന്റ്സ്. Option B, it promotes the use of electronic communication for summons and trials. Option C, it replaces human judges with AI systems. Option D, it abolishes the use of physical evidence in trials. Option B ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, അതായത് സമൻസും മറ്റ് ട്രയൽസിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി അയച്ചു കൊടുക്കേണ്ട ഒരു എന്താണ് സമൻസ് ഒക്കെ വേണമെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊവിഷൻ കൂടി ഇവിടെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് BNSS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്രിറ്റിസിസം ഓഫ് BNSS? നോക്കാം. ഓപ്ഷൻ A, ഇറ്റ് ഈസ് ടു ലീനിയൻറ്റ് ഓൺ സീരിയസ് ക്രൈംസ്. അത്രയല്ല, ഹാർഷ് അല്ലെങ്കിൽ സ്ട്രിക്റ്റർ ആണ്. ഓപ്ഷൻ B, ഇറ്റ് ഡസൻറ്റ് അഡ്രസ് ദ റൈറ്റ്സ് ഓഫ് ദി അക്യൂസ്ഡ്. ഓപ്ഷൻ C, ഇറ്റ് മേ ഇൻക്രീസ് ദ വർക്ക് ലോഡ് ഓഫ് ഫോറൻസിക് ലാബ്സ്. ഓപ്ഷൻ D, ഇറ്റ് അബോളിഷസ് ദ റൈറ്റ് ടു ലീഗൽ റെപ്രസെൻറ്റേഷൻ. ഏതായിരിക്കും? ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷന് അല്ലെ ഫോറൻസിക് എവിഡൻസിന് വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 7 or more years ഓഫ് ഇംപ്രിസൺമെന്റ് ലഭിക്കുന്ന കേസുകളാണെങ്കിൽ ഫോറൻസിക് എവിഡൻസ് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ലാബുകളുടെ വർക്ക് ലോഡ് കൂടാൻ ഈ പറയുന്ന നിയമം സാഹചര്യമായിട്ടുണ്ട്.
How does the BNSS aim to protect victims? By providing compensation and support services, by abolishing the right to appeal for the accused, by mandating immediate arrest of the accused, by reduction the burden of the proof on the prosecution. ഏതായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് സ്കീം 396 BNSSലെ 396 വകുപ്പ് പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ന്യൂ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ പറയുന്ന ട്രയൽ ഇൻ ആബ്സെൻഷ്യ അല്ലേ. ഇത് ലേറ്റസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചതാണ്. PSC അതർ സ്റ്റേറ്റ്, കേരള PSC അതർ സ്റ്റേറ്റ് PSCയിലൊക്കെ ചോദിച്ചാണ് ട്രയൽ ഇൻ ആബ്സെൻഷ്യ ഏത് സെക്ഷനാണ്. സെക്ഷൻ 356 BNSSലെ സെക്ഷൻ 356 ആണ് ട്രയൽ ഇൻ ആബ്സെൻഷ്യയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകൾ മാത്രം PSCക്ക് നമ്മൾ പഠിച്ചാൽ മതി. എല്ലാം കൂടി വാരിക്കോരി പഠിച്ച് പോകേണ്ട ആവശ്യമില്ല. സോ സ്ട്രേറ്റ് അവേ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത്തരത്തിൽ ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ലാതെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കായിട്ട് ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ഗൈഡൻസും കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ തന്നെ A to Z നൽകുന്നുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചു പോവുക. കൃത്യതയാർന്ന ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കോമ്പറ്റീഷൻ വളരെ ലെസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ മാത്രമാണല്ലോ എഴുതുന്നത്. അവരെല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകത്തില്ല, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. പക്ഷേ ഡെയിലി ഒരു 1 to 2 hour നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് വേർസ്റ്റ് സിറ്റുവേഷൻ, ഏതൊരു വേർസ്റ്റ് സിറ്റുവേഷനിൽ പോലും ആ പരീക്ഷ ചെന്ന് എഴുതി കഴിഞ്ഞാൽ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് കട്ട് ഓഫും കടന്ന് ഏറ്റവും ഉയർന്ന റാങ്കിൽ നിങ്ങൾക്ക് കുതിച്ചു വരാൻ സാധിക്കും. സോ താങ്ക് യു വെരി മച്ച്.